അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ വാർ ആണ്. ഓക്കെ, എന്താണ് സിവിൽ വാർ എന്ന് നോക്കിയാലോ മക്കളെ? When the Bolsheviks ordered land redistribution, the Russian army began to break up. അല്ലെ, എന്താന്ന് വെച്ചാല് ഈ ബോൾഷെവിക്സ് ഓർഡേർഡ് ദ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. അല്ലെ, ബോൾഷെവിക്സ് അവിടെ എന്താ പറയാ, ആ മോസ്കോ പെട്രോഗ്രാഡ് ഏരിയ ഒക്കെ അവരെന്ത് ചെയ്തു, അവിടെ ഫുൾ അവിടെ ഓരോരു ഭരണമായി മാറി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ബോൾഷെവിക്സ് ഓർഡർ ചെയ്തു എന്ത്, ഈ ലാൻഡ് ഒക്കെ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പെസൻസിനൊക്കെ അവരുടെ ലാൻഡ് വിട്ടുകൊടുക്കുക, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ഇതാക്കിക്കോട്ടെ എന്ന് പറയും. റഷ്യൻ ആർമി ബിഗിൻ ടു ബ്രേക്ക് അപ്പ്. അങ്ങനെ ഈ റഷ്യൻ ആർമി എന്ത് പലതായിട്ട് സ്പ്ലിറ്റ് ആയി പോയി. ആൻഡ് ദ സോൾജിയേഴ്സ്, മോസ്റ്റ്ലി പെസൻസ്, വിഷ് ടു ഗോ ഹോം ഫോർ ദ റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെസേർട്ടഡ്. അപ്പൊ ഈ സോൾജിയേഴ്സ് ഉണ്ടാവും, സോൾജിയേഴ്സിൽ കൂടുതൽ ആളുകൾ എന്താണ്, പെസൻസ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വീട്ടിലേക്ക് പോവുകയും ഈ ഒരു റീഡിസ്ട്രിബ്യൂഷനിലേക്ക് അവരിതാവുകയും അല്ലെ, ഈ റീഡിസ്ട്രിബ്യൂഷനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ നേതൃത്വം വഹിക്കും അല്ലെ. സോൾജിയേഴ്സ് എന്താ പലതിലും സ്പ്ലിറ്റ് ആയിട്ട് എന്താണ് പല ആളുകൾ പല ഏരിയ ഫോക്കസ് ചെയ്ത് പോവുക ചെയ്യുക. ബോൾഷെവിക്സ് പറഞ്ഞാൽ ഈ ലാൻഡ് ഒക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ സോൾജിയേഴ്സ് എന്താ പറയാ, ഈ പെസൻസിന്റെ ഹോമിലേക്കൊക്കെ പോയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഈ ലാൻഡ്സ് ഒക്കെ. ഓക്കെ, ആൻഡ് നോൺ ബോൾഷെവിക് സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽസ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഓഫ് ഓട്ടോക്രസി കണ്ടംപ്റ്റ് ദ ബോൾഷെവിക് അപ്രൈസിംഗ്. അപ്പോൾ ഈ ബോൾഷെവിക് പാർട്ടിയിൽ ഇല്ലാത്ത ആളുകൾ എന്താണ്, ഇവർക്കെതിരെ തിരിയും അല്ലെ, ഇവരുടെ പോളിസീസിനെതിരെ തിരിയുന്ന ആളുകളും ഉണ്ടാവും. When the Bolsheviks ordered land redistribution, the Russian army began to break up. Soldiers, mostly peasants, wished to go home for the redistribution and deserted. And non-Bolshevik socialist liberals and supporters of autocracy contempt. എന്തിനെ കണ്ടം ചെയ്യുന്ന പറയും, ഈ ബോൾഷെവിക് അപ്രൈസിങ്ങിനെ ചിലർ കണ്ടം ചെയ്യും എന്നാ പറയുന്നത്. എന്താ വെച്ചാൽ അവരെ രീതിയുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പറയുന്നത്. ഈ ബോൾഷെവിക് പാർട്ടിയിൽ ഇല്ലാത്ത ആളുകൾ ഇവർക്കെതിരെ തിരിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ, when their leaders moved to South Russia and organized troops to fight the Bolsheviks, the Reds. അങ്ങനെ ഈ നോൺ ബോൾഷെവിക്സ്, ഞാൻ പറഞ്ഞല്ലേ ഈ പാർട്ടിയിൽ ബോൾഷെവിക്സിന്റെ പാർട്ടിയിൽ ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവില്ല, നോൺ ബോൾഷെവിക്സ്, അവരെന്ത് ചെയ്തു, ഈ സൗത്ത് റഷ്യയിലേക്ക് പോയിട്ട് അവിടെ ട്രൂപ്സ് ഓർഗനൈസ് ചെയ്തു. ആരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ, ഈ ഒരു ബോൾഷെവിക്സിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് 1918 and 1990, അങ്ങനെ മക്കളെ 1918, 1919 ആ വർഷങ്ങളില് ദ ഗ്രീൻസ് എന്ന് പറയുന്നത് ഏത് പാർട്ടീനെയാണ്, സോഷ്യൽ റെവല്യൂഷണറീസിനെയാണ് അല്ലെ പറയാ. റെഡ് എന്ന് പറയുന്നത് ഏത് പാർട്ടീനെയാണ്, നമ്മുടെ ബോൾഷെവിക്സ് പാർട്ടീനെയാണ് അല്ലെ. അപ്പൊ അവരും ആൻഡ് ദ വൈറ്റ്സ് എന്ന് പറയുന്ന ഏതിന് പാർട്ടി, പ്രോ ടെസാറിസ്റ്റിനെയാണ്, കൺട്രോൾഡ് മോസ്റ്റ് ഓഫ് ദ റഷ്യൻ എംപയർ. അങ്ങനെ 1918-19 ടൈമിൽ കൂടുതൽ ഈ ഒരു റഷ്യൻ എംപയർ ഭരിച്ചിരുന്നത്, കൺട്രോൾ ചെയ്തത് ആരൊക്കെ ആയിരുന്നു മക്കളെ? ഇത് ഗ്രീൻസ് എന്ന് പറയുന്ന നമ്മുടെ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസും, വൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രോ ടെസാറിസ്റ്റിന്റെ ചില ഫോളോവേഴ്സ് ഉണ്ടായില്ല, അവരും കൂടിയാണ് ഈ നമ്മുടെ റഷ്യൻ എംപയർ ഭരിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദേ വെയർ ബാക്ക്ഡ് by French, American, British and Japanese troops. All those forces who were worried, all the forces were worried at the growth of socialism in Russia. അങ്ങനെ റഷ്യനെ പല രീതിയിലും എന്താ പറയാ, ആക്സിസ് പവേഴ്സ് പല കൺട്രീസും അല്ലെ അവരെ തച്ചുടച്ചു, പല രീതിയിൽ സോഷ്യലി എക്കണോമിക്കലി അവരെ തളർത്തിയില്ലേ. പക്ഷെ അവിടെ സോഷ്യലിസം വരുന്നതിനെ പേടിച്ച രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് പറയുന്നത്? ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ് ആൻഡ് ജാപ്പനീസ്. അത് ഭയന്നു അല്ലെ. ആസ് ദിസ് ട്രൂപ്സ് അല്ലെ ആൻഡ് ദ ബോൾഷെവിക്സ് ഫോർട്ട് എ സിവിൽ വാർ. അങ്ങനെ ഈ ഫ്രഞ്ചും ബോൾഷെവിക്സ് ഏതൊക്കെ കൺട്രീസുമായിട്ടൊരു സിവിൽ വാർ നടത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രഞ്ചും അമേരിക്ക, ബ്രിട്ടീഷ്, ജാപ്പനീസിനെതിരെയായിട്ട് ഈ ബോൾഷെവിക്സ് ഒരു സിവിൽ വാർ
നടത്തി. അവിടെ എന്തൊക്കെയാണ് ലൂട്ടിങ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പവേഴ്സ് ഗെയിൻ ചെയ്തിട്ടും ചിലവർക്ക് ലോസ് ആവും അല്ലെ, ചിലവർക്ക് നഷ്ടപ്പെട്ടും. വാനിറ്ററി, ഫാമിൻ ബിക്കേം കോമൺ അല്ലെ, ഭക്ഷ്യക്ഷാമം, അതേമാതിരി ദാരിദ്ര്യം, തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമാവും അല്ലെ. ഒരു സിവിൽ വാർ വരുമ്പോൾ, ഒരു വാർ വന്നാൽ എങ്ങനെയാണ് ഒരു കൺട്രി ഫുള്ള് ഡിറ്റോറിയേറ്റ് ആയി പെടുകയാണ് അല്ലെ, നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ദ ലീഡേഴ്സ് മൂവ് ടു സൗത്ത് റഷ്യ ആൻഡ് ഓർഗനൈസ് അല്ലെ നോൺ ബെൽഷീവിക്സ് അല്ലെ, ബെൽഷീവിക് പാർട്ടിയിൽ ഇല്ലാത്തത്, ബോൾഷീവിക് പാർട്ടിയിൽ ഇല്ലാത്തവര് അല്ലെ എവിടെ പോയിട്ട് സൗത്ത് റഷ്യയിൽ പോയിട്ട് ട്രൂപ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ഡ്യൂറിങ് 1918 and 1919 the Greens, the socialist revolutionaries and whites, the pro-tsarist അല്ലെ controlled most of the Russian empire. അവരാണ് കൂടുതൽ റഷ്യൻ എംപയേഴ്സും അവർ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പോ they were backed by അല്ലെ, അവരെന്താണ് ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ് ആൻഡ് ജാപ്പനീസ് ട്രൂപ്സുമായിട്ടാണ്. all those forces who were worried at the growth of social, ഈ ട്രൂപ്സ് എന്താ പറയുക, ഫ്രഞ്ച്, അമേരിക്ക, ബ്രിട്ടീഷ്, ജാപ്പനീസ് ട്രൂപ്സ് ഒക്കെ എന്ത് ഇത് കണ്ടിട്ടാ വെറിയായത്, റഷ്യയില് സോഷ്യലിസം വരുന്നത് കണ്ടിട്ട് അവർ വെറിയായി അല്ലെ. അവര് as this troops and the Bolsheviks fought a civil war, ഈ ഒരു ട്രൂപ്സും ബോൾഷെവിക്സും തമ്മിൽ ഒരു സിവിൽ വാർ ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് സിവിൽ വാർ നടന്നപ്പോ ആ നാഷന് എന്തൊക്കെ എന്ന് വെച്ചാൽ ഈ വാർ നടത്തുന്ന രാജ്യങ്ങളും അല്ലെ, അതേമാതിരി അതിന് തുടക്കമിട്ട രാജ്യങ്ങളും എല്ലാം കൂടെ എന്തായി, ആ ഒരു അവരുടെ രാജ്യങ്ങൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ്, ലൂട്ടിങ് ഷുഡ് ബി ദെയർ, ബാൻഡിട്രി വിൽ ബി ദെയർ, ആൻഡ് അങ്ങനെ അത് കോമൺ ആയിട്ട് അവിടെ ഉള്ള ഇഷ്യൂസ് ആയി മാറും അല്ലെ. അപ്പൊ എന്താണ്, ദിസ് ലീഡേഴ്സ് മൂവ് ടു സൗത്ത് റഷ്യ ആൻഡ് ഓർഗനൈസ്ഡ് ട്രൂപ്സ് ടു ഫൈറ്റ് ദ ബോൾഷെവിക്സ്, ദ റെഡ്സ് അല്ലെ. ആൻഡ് ഡ്യൂറിങ് 1918 and 1919 the Greens, the socialist revolutionaries and whites, the pro-tsarist controlled most of the Russian empire എന്ന് നമ്മൾ പറഞ്ഞു. and they were backed by French, American, അവർ എന്ന് വെച്ചാൽ ആ ഒരു നോൺ ബോൾഷെവിക്സ് പീപ്പിൾ ഏത് ട്രൂപ്സുമായിട്ടാണ് അവർ തിരികെ വന്നത്, ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ്, ജാപ്പനീസ് ട്രൂപ്സുമായിട്ട് തിരികെ വന്നു. പക്ഷേ അവർ പേടിച്ചത് എന്താണ്, റഷ്യയിൽ സോഷ്യലിസത്തിന്റെ കടന്നുവരവായിരുന്നു അവർ പേടിച്ചത്. ആസ് ഇറ്റ്സ് ട്രൂപ്സ് ആൻഡ് ദ ബോൾഷെവിക്സും തമ്മിൽ ഒരു സിവിൽ വാർ അവിടെ നടന്നു റഷ്യയിൽ. അങ്ങനെ ലൂട്ടിങ്ങും അതേമാതിരി ഫാമിനും അവിടെ കോമൺ ആയി മാറി അല്ലെ. ഓക്കെ, മേക്കിംഗ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി, പിന്നെ സോഷ്യലിസം അവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ റഷ്യയില്. അങ്ങനെ സോഷ്യലിസത്തിന്റെ എങ്ങനെയായിരുന്നു, ഡ്യൂറിങ് ദ സിവിൽ വാർ ദ ബോൾഷെവിക്സ് കെപ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ബാങ്ക്സ് നാഷണലൈസ്ഡ്. ഈ സിവിൽ വാർ പീരീഡിൽ ഈ ബോൾഷെവിക്സ് പാർട്ടി ഉണ്ടല്ലോ, അവര് ഈ ഇൻഡസ്ട്രീസിന്, വ്യവസായങ്ങളെയും ബാങ്കിനെയും എന്തായി ആഗോളവൽക്കരിച്ചു എന്നാണ്, ദേശീയ തലത്തിൽ അവരെ ഉയർത്തി. എന്തിനൊക്കെ, ഇൻഡസ്ട്രീസിനെയും ബാങ്ക്സിനെയും ബോൾഷെവിക്സ് സിവിൽ വാറിന്റെ ടൈമിൽ അവരെന്ത് ചെയ്യും, ദേശീയ തലത്തിലേക്ക് ഇൻഡസ്ട്രീസിനെയും അതേമാതിരി ബാങ്ക്സിനെയും ഒക്കെ ദേശീയ തലത്തിൽ ഉയർത്തി എന്നാണ് പറയുന്നത്. ആൻഡ് they permitted peasants to cultivate, പിന്നെ എന്താണ്, they permitted the peasants to cultivate the land that had been socialized ആയിട്ടുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ലീഡർഷിപ്പിലുള്ള ലാൻഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഈ പെസൻസിന് അവർ വിട്ടുകൊടുത്തു കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എ പ്രോസസ് ഓഫ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെ. എന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ പല പ്ലാനിങ്ങും നടത്താനുള്ള ഒരു പോളിസി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാ പറയുന്നത്, ബോൾഷെവിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ ഓൺ ദിസ് ബേസിസ് ദേ മേഡ് ദ 5-year പ്ലാൻസ്. അങ്ങനെ ഈ ഒരു ബേസിസിലാണ് അവർ എന്ത് കൊണ്ടുവന്നത് മക്കളെ, ബോൾഷെവിക്സ് എന്ത് കൊണ്ടുവന്നത്, ദി 5-year പ്ലാൻസ് കൊണ്ടുവന്നത്. ഓക്കെ, മേക്കിംഗ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഡ്യൂറിംഗ് ദ സിവിൽ വാർ ദ ബോൾഷെവിക്സ് കെപ്റ്റ് industries and banks industrialized, nationalized. They permitted the peasants to cultivate the land that has been socialized. And third point, a process of centralized planning was introduced in Russia. And fourth one, on this basis they made the 5-year plan in Russia. Okay, ഇത്ര പോയിന്റ്സ് ആണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിലേക്ക് നമുക്ക് നോക്കിയാലോ. ഓക്കെ,
ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് അല്ലെ, എന്ന് വെച്ചാൽ വ്യവസായപരമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പ്രൊഡക്ഷൻ അവിടെ എന്തായി, കൂട്ടി. ഓക്കെ, ഏതൊക്കെ വർഷങ്ങളിലാണ്? 1929 മുതൽ 1933 വരെയുള്ള വർഷങ്ങളിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടി ആര്? ബോൾഷെവിക്സ് അല്ലെ, by 100%. ഇൻ ദ കേസ് ഓഫ് 100%. ഇതിലൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടി. ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടി, കോൾ, കൽക്കരിന്റെ, ആൻഡ് സ്റ്റീൽ പ്രൊഡക്ട്സ് അല്ലെ. അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ പുതിയ പുതിയ ഫാക്ടറി സിറ്റീസ് എന്താവും അവിടെ വരും അല്ലേ. പിന്നെ ദ റാപ്പിഡ് കൺസ്ട്രക്ഷൻ ലെഡ് ടു പുവർ വർക്കിംഗ് കണ്ടീഷൻ. അങ്ങനെ കൂടുതലായിട്ട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുമ്പോൾ അതെന്തായും വളരെ പരിതാപകരമായിട്ടുള്ള അല്ലെ, വളരെ എന്താ പറയാ, ഒരു വേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ് ആയി മാറും. ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ എന്തായിരിക്കും, വൃത്തിയില്ലാത്ത ഇതാവും. കൺസ്ട്രക്ഷൻ കൂടുമ്പോൾ എന്തായിരിക്കും, അത് ബാക്കിയുള്ള പാവപ്പെട്ടവനെ എന്തെങ്കിലും തബല കിട്ടുന്ന പോലെയായിരിക്കാം അല്ലെ. അത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എന്തായി, കുറച്ചു, അല്ലെങ്കിൽ അത്രയും പുവർ ആയി മാറി എന്നാണ് പറയുന്നത്. ഇൻ ദ സിറ്റി ഓഫ് മാഗ്നിറ്റോഗോർസ്ക്, the construction of a steel plant was achieved in 3 years. അങ്ങനെ ഇൻ ദ സിറ്റി ഓഫ് മാഗ്നിറ്റോഗോർസ്കില് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ പ്ലാന്റ് അച്ചീവ്ഡ്. 3 വർഷം കൊണ്ട് അവിടെ സ്റ്റീൽ പ്ലാന്റ് അവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഏത് സിറ്റിയില്? ദ മാഗ്നിറ്റോഗോർസ്കില്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മക്കളെ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ 1929 and 1933 by 100% in the case of oil and coal and steel, and new factory cities came into being. And next, the rapid construction were led to poor working conditions, and in the city of Magnitogorsk, the construction of a steel plant was achieved in 3 years. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്, ഇത്ര പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഓക്കെ, and in the winter time at 40 degrees below, people had to climb down from the അല്ലെ, വിന്റർ ടൈമിൽ 40 ഡിഗ്രി, ആ ഒരു 40 ഡിഗ്രി ആ ഒരു വിന്റർ ടെമ്പറേച്ചറിൽ പീപ്പിൾ ഹാഡ് ടു ക്ലൈംബ് ഡൗൺ ഫ്രം ദി 4th floor and dash across the street in order to go to toilet എന്നാണ് പറയുന്നത്. അവരുടെ ഈ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അവിടെ കൂടുതൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ എന്താണ്, വർക്ക് കൂടും. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ടുള്ള തിങ്സ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെ. അതാ ഈ ഒരു വിന്റർ ടൈമിൽ അല്ലെ, they had to climb down from the floor, the 4th ഫ്ലോറിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം, സ്ട്രീറ്റിലേക്ക് ഇറങ്ങണം. റോഡ് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ ഒരു അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു അല്ലെ. ആൻഡ് എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് സിസ്റ്റം ഡെവലപ്പ്, ഒരു എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് സിസ്റ്റം ഡെവലപ്പ്. എന്താണ് എക്സ്റ്റെൻഡഡ്? അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സ് വെയർ മെയ്ഡ് ഫോർ ഫാക്ടറി വർക്കേഴ്സ് ആൻഡ് പെസൻസ് ടു എൻറ്റർ യൂണിവേഴ്സിറ്റീസ്. പിന്നെ ഒരു മാറ്റം അവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ തന്നെ എല്ലാ വർക്കേഴ്സിനും എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തു. പിന്നെ പെസൻസിനും അല്ലെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവര് ബോൾഷെവിക്സ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ആൻഡ് ചീപ്പ് പബ്ലിക് ഹെൽത്ത് കെയറും, അവർക്ക് ആരോഗ്യമാരായിട്ട് ഇരിക്കാൻ വേണ്ടി പല പബ്ലിക് ഹെൽത്ത് പോളിസീസും അവര് പ്രൊവൈഡ് ചെയ്തു. ഹെൽത്ത് സെന്റേഴ്സ്, ഗവൺമെന്റ് തലത്തിലുള്ള ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈവറ്റ് തരത്തിലുള്ള ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ അവർക്ക് ചീപ്പ് റേറ്റിന് അവർക്ക് പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, ഇൻ ദ വിന്റർ ടൈം അറ്റ് 40 degrees below, people had to climb down from the 4th floor and dash across the street in order to go to toilet. And an extended schooling system developed and arrangements were made for factory workers and peasants to enter universities. And next point is cheap public health care was developed. ഇത്ര കാര്യങ്ങളാണ് ഈ സ്ലൈഡ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ സോവിയറ്റ് റഷ്യൻ ടൈമിൽ ചിൽഡ്രൻ അറ്റ് സ്കൂൾ, കുട്ടികൾ പഠിക്കുന്നതിന്റെ ദൃശ്യങ്ങളാട്ടോ. ഫാക്ടറി വർക്കേഴ്സ് മക്കള് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നത്, പെസൻസിനും യൂണിവേഴ്സിറ്റീസിൽ എൻറ്റർ ചെയ്യാമെന്നുള്ളതൊക്കെ വന്നത് ആ ഒരു ടൈമിലാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റാലിനിസം ആൻഡ് കളക്റ്റീവൈസേഷൻ ആണ് പറയാൻ പോകുന്നത്. സ്റ്റാലിനിസം എന്നുള്ള സ്റ്റാലിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു കളക്റ്റീവിസം. അപ്പൊ ആ ഒരു ഇതിന്റെ ഹിസ്റ്ററി എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ആൻഡ് ദ പീരീഡ് ഓഫ് ദ ഏർലി പ്ലാന്റ് എക്കണോമി was linked to the disasters of collectivization of agriculture. അല്ലേ, എന്ന് വെച്ചാല് നമ്മുടെ കളക്റ്റീവൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് എന്തിന് റിലേറ്റഡ്, അഗ്രികൾച്ചറിൽ കൊണ്ടുവന്നു കളക്റ്റീവൈസേഷൻ സ്റ്റാലിൻ. ഏത് ടൈമിൽ 1927 to 1928 ഇയേഴ്സിലാണ് കൊണ്ടുവന്നത് അല്ലെ. ആൻഡ് the towns in Soviet Russia were facing an acute problem of grain supplies. എന്ന് വെച്ചാൽ acute problem of grain supplies എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഈ ഗ്രെയിൻ സപ്ലൈ ചെയ്യാനുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇവർക്ക് ആ സോവിയറ്റ് റഷ്യൻ പീരീഡിൽ. ഏത് വർഷം, 1927 മുതൽ 1928 വരെ. ആൻഡ് the government ഫിക്സഡ് പ്രൈസസ് അറ്റ് വിച്ച് ഗ്രെയിൻ മസ്റ്റ് ബി സോൾഡ്. അപ്പൊ ഗവൺമെന്റ് ചില പ്രൈസസ് ഈ ഗ്രെയിൻസിനൊക്കെ ഇട്ടു. ഈ ഒരു പ്രൈസിന് മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ധാന്യങ്ങൾ സോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ബട്ട് the peasants refused to sell their grain to government buyers at this prices. പക്ഷെ peasants എന്ത് പറഞ്ഞു, ഈ ഒരു ചെറിയ പൈസക്ക് ഈ ഒരു ധാന്യങ്ങൾ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ എതിർത്ത് അവർ മുൻപന്തിയിൽ വന്നു. ഓക്കെ, അപ്പൊ സ്റ്റാലിനിസം ആൻഡ് കളക്റ്റീവൈസേഷൻ നമ്മൾ പറഞ്ഞത് പീരീഡ് ഓഫ് ഏർലി പ്ലാന്റ് എക്കണോമി വാസ് ലിങ്ക്ഡ് ടു ദ ഡിസാസ്റ്റേഴ്സ് ഓഫ് കളക്റ്റീവൈസേഷൻ. എന്ന് വെച്ചാൽ ആ ഒരു ഏർലി പ്ലാന്റ് എക്കണോമി ആ സാമ്പത്തികരമായിട്ട് പല ഡിസാസ്റ്റേഴ്സും കൊണ്ടുവന്നു അല്ലേ. കളക്റ്റീവൈസേഷൻ എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചർ റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ മാത്രമേ ഈ കളക്റ്റീവൈസേഷൻ കൊണ്ടുവന്നുള്ളൂ. എന്തൊക്കെ രീതിയിലാണ് അത് അഗ്രികൾച്ചർ കൃഷിനെ ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഈ ഗ്രെയിൻ സപ്ലൈസിന് അക്യൂട്ട് പ്രോബ്ലമാണ് അത് ഫേസ് ചെയ്തത്. അവർ ഫേസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് ചില പ്രൈസ് ധാന്യങ്ങൾക്ക് ഫിക്സ് ചെയ്തു. ആ പെസൻസിന് അത് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ആയില്ല എന്നുള്ളൊരു പ്രോബ്ലം വന്നു. ഓക്കെ, പെസന്റ് വിമൻ ബീങ് ഗാതേർഡ് ടു വർക്ക് ഇൻ ദ ലാർജ് കളക്റ്റീവ് ഫാംസിലെ എന്ന് വെച്ചാൽ വലിയ കളക്റ്റീവ് ഫാംസിൽ എന്ന് വെച്ചാൽ 4-5 ക്രോപ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ വർക്കേഴ്സിന്റെ എണ്ണം കൂടുതലല്ലോ, വർക്കേഴ്സ് അല്ലെ, കുറെ വർക്കേഴ്സിന് വേണം. അപ്പൊ പല റീജിയൻസിൽ നിന്ന് പല വർക്കേഴ്സിനെ അവർ എക്സ്പോർട്ട് ചെയ്ത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കൊണ്ടുവരും. ആ ഒരു പിക്ചറാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് the modern farms and bred them along industrial lines with machinery. അല്ലെ, മോഡേൺ ഫാംസിന്റെ വന്നു, പിന്നെ ഇൻഡസ്ട്രിയൽ ലൈൻസ് വന്നു അല്ലെ. ആൻഡ് മെഷീൻസിന്റെ ഒരു വരവാണ് മെയിൻ ആയിട്ട് അല്ലെ. പണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള തിങ്സ് ആണെങ്കിൽ പിന്നെ മെഷീൻസ് വന്നപ്പോ ഇറ്റ് വാസ് നെസസറി ടു എലിമിനേറ്റ് ദ കുളക്സ്, ടേക്ക് അവേ ലാൻഡ് ഫ്രം പെസൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് കൺട്രോൾഡ് ലാർജ് ഫാംസ്. ഈ ഫാംസ് ഒക്കെ അല്ലെ, കൃഷി സ്ഥലങ്ങളൊക്കെ പെസൻസിന്റെ കൈമേൽ നിന്ന് വാങ്ങിയിട്ട് എന്താണ് അവിടെ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ലാർജ് ഫാംസ് ഫോം ചെയ്യാൻ വേണ്ടി അല്ലെ, സ്റ്റേറ്റിന്റെ എന്താ പറയാ ആധിപത്യം ആ ഫാംസിൽ ഇതാക്കിയിട്ട് ഈ പെസൻസിന്റെ കൈമേലായിട്ട് അതൊക്കെ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഫാംസ് ആയി മാറി എന്നാണ് പറയുന്നത്. ആൻഡ് ബിറ്റ്വീൻ 1929 ആൻഡ് 1931 അങ്ങനെ 1929 മുതൽ 1931 വരെയുള്ള ആ ഒരു ടൈം നമ്പർ ഓഫ് കാറ്റിൽ ഫെൽ ബൈ 1/3. അപ്പൊ 1/3 പ്രൊപ്പോർഷൻ ഓഫ് ആ ഒരു കുറെ പശുക്കൾ എന്ത് ചെയ്തു, ചത്ത് വീണു എന്നാണ് പറയുന്നത്. കുറെ ചത്തുപോയി ആ ഒരു കാലയളവില്. ഓക്കെ, ആൻഡ് those who resisted collectivization were severely punished, many were deported and exiled. അങ്ങനെ ആരാണോ ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു കളക്റ്റീവൈസേഷൻ എതിർക്കുന്നത് അവരെയൊക്കെ വേറൊരു സ്ഥലത്തേക്ക് എന്താണ് അവരെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ സിവിയർ പണിഷ്മെന്റ്, കടുത്ത പണിഷ്മെന്റ് കൊടുക്കുകയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ മക്കളെ, ദ ബാഡ് ഹാർവെസ്റ്റ് ഓഫ് 1930 to 1933 അത്രയും ബാഡ് ആയിട്ടുള്ള അത്ര നല്ല ഹാർവെസ്റ്റ് ഒന്നുമില്ല പിന്നെയുള്ള കാലങ്ങളിൽ കൃഷിയിൽ നിന്ന് ലഭിച്ചത് അല്ലേ. എന്ന് വെച്ചാൽ അതുമൂലം എന്താണ് അവിടെ ഭക്ഷ്യക്ഷാമം കൂടും.
ആ സോവിയറ്റ് ഹിസ്റ്ററിയിൽ 4 കോടി ജനങ്ങളാണ് അതുകൊണ്ട് മരിച്ചത്. എന്ന് വെച്ചാൽ ഓവർ പ്രൊഡക്ഷൻ ആണല്ലേ, കൃഷിയിൽ നിന്ന് കുറേ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്ത് കുറേ ധാന്യങ്ങൾ ഉണ്ടാക്കി പ്രോഫിറ്റ് കൂട്ടാൻ ഗവൺമെന്റ് നോക്കുമ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾ 4 കോടി ജനങ്ങളെ ജീവൻ എടുത്തിട്ടാണ് പോയത് എന്നുള്ളതാണ് ഈ സ്റ്റാലിന്റെ ഈ ഒരു കളക്ടിവൈസേഷന്റെ ഒരു കോൺസെപ്റ്റ് അവിടെ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ടു ഡെവലപ്പ് ദ മോഡേൺ ഫാംസ് ആൻഡ് run them along the industrial lines with machinery. It was necessary to eliminate kulaks, take away land from peasants and establish state-controlled large farms. ഇവരുടെ ഐഡിയൽസ് ആണ് കേട്ടോ. To eliminate kulaks and take away land from peasants and establish in the state-controlled large farms. അങ്ങനെ 1929, 1931 അത് 1931 ആ ഒരു ടൈമിൽ എത്ര നമ്പർ ഓഫ് കാറ്റിൽസ് ഫെൽ ബൈ 1/3 എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, any number of person who resisted collectivization were severely punished or many were deported and exiled. A last one, the bad harvest of 1930 to 1933 led to one of the most devastating famines in Soviet history when over 4 million people were died എന്നാണ് പറയുന്നത്. Okay. And next one, it is the global influence of Russian Revolution and the USSR അല്ലെ. എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലോബൽ എന്ന് വെച്ചാൽ ഈ വേൾഡിൽ മൊത്തം ഈ റഷ്യൻ റെവല്യൂഷന്റെ കോൺസെപ്റ്റ് എല്ലാ സ്ഥലത്തും അത് പ്രശസ്തമായി. ആൻഡ് USSRന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നോക്കാം. Okay, by the 1950s, it was acknowledged within the country that the style of government in the USSR was not in keeping with the ideals of Russian Revolution. It was acknowledged with the country that the style of government in the USSR was not keeping with the ideals of Russian Revolution. A backward country had become a great power. അല്ലേ, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺട്രി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഗവൺമെന്റ് ഇൻ ദ USSR വാസ് നോട്ട് ഇൻ കീപ്പിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു റഷ്യൻ റെവല്യൂഷന്റെ ഐഡിയൽസിന് അനുസരിച്ചല്ല ഇവിടെയുള്ള സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു റഷ്യൻ റെവല്യൂഷന്റെ ഒരു ഇത്. ബാക്ക്വേർഡ് കൺട്രി ഹാഡ് ബിക്കം എ ഗ്രേറ്റ് പവർ അല്ലെ. ഇറ്റ്സ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ ഹാഡ് ഡെവലപ്ഡ് ആൻഡ് പുവർ വേ ബീങ് ഫെഡ്. എങ്ങനെയുള്ള കൺട്രിയാണ് അവരെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറിലും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അല്ലേ. എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് കൺട്രി അവിടെ ഫോം ചെയ്യുകയും ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും ഒക്കെ ഡെവലപ്പായിട്ട് എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ ഭക്ഷണവും ലിവിങ് കണ്ടീഷൻസും ഒക്കെ ലഭിക്കുന്ന, ബട്ട് it had denied the essential freedom to its citizens and carried out its developmental projects through repressive policies. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഒരു കൺട്രി ആലോചിക്കുമ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക സിറ്റിസൺസിന്റെ ആളുകളുടെ ബേസിക് ആവശ്യങ്ങൾ അവിടെ അല്ലെങ്കിൽ അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടുകയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇവരുടെ ഇത്തരം തരത്തിലുള്ള എന്താ പറയുക കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് തന്നെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അതെന്താണ് കൂടുതൽ ഇതേമാതിരി കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആളുകൾക്ക് എതിരായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരുന്നു അല്ലെ. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 20th century എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഗവൺമെന്റ് കൊണ്ടുണ്ടായത്. Okay, the international reputation of the USSR as a socialist country had declined. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷനിൽ നിന്ന് USSR ഒരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ലെ, റഷ്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി എന്നുള്ളത് അവിടെ അവസാനിച്ചു. ഓക്കെ, പിന്നെ it was recognized that socialist ideals still enjoyed respect among its people. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയൽസ് അല്ലെ എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ഒരു റെസ്പെക്ട് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു സോഷ്യലിസം പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ അവിടെ കുറഞ്ഞു അല്ലെങ്കിൽ അവിടെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കാര്യം. Okay, the international reputation of the USSR as a socialist country had declined. And second point, though it was recognized that socialist ideals still enjoyed the respect among its people. Okay, and അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ലെ.
എന്താണ് സ്റ്റാലിനിസം ആൻഡ് കളക്ടിവൈസേഷൻ വന്നപ്പോൾ 1927 മുതൽ 1928 വരെ സോവിയറ്റ് റഷ്യനിലുള്ള ടൗൺസ് അക്യൂട്ട് പ്രോബ്ലം, എന്ത് പ്രോബ്ലമാണ് ഫേസ് ചെയ്തത്? ഈ ഗ്രെയിൻ ഒക്കെ ഇത്രയും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് ഗ്രെയിൻസ് ഒക്കെ എങ്ങനെ സപ്ലൈ ചെയ്യും എന്നുള്ള ഒരു പ്രശ്നത്തിലായി. ഗവൺമെന്റ് അതിനൊക്കെ ഫിക്സഡ് പ്രൈസസ് ഇട്ടിട്ടാണ് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിലും പെസൻസിന് എതിരെ വന്നു അല്ലെ. പെസൻസിന് ഈ ഒരു പോളിസിയിൽ അത്ര ഗവൺമെന്റിന്റെ ഈ ഒരു വില നിശ്ചയിക്കുന്നതിൽ എതിരായിട്ട് വന്നു അല്ലെ. അപ്പൊ ഈ പെസന്റ് വിമൻ ഒക്കെ ഗ്യാദർ ചെയ്തു എന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കുറെ വർക്കേഴ്സിന് വേണം. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വർക്കേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ മോഡേൺ ഫാംസ് ഡെവലപ്പ് ചെയ്തു അല്ലെ. പലതരത്തിലുള്ള ഹൈലി ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള സീഡ്സ് അല്ലെ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സീഡ്സ് ഒക്കെ ഇതാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അവർ ഇതാക്കി. പിന്നെന്താണ്, ടേക്ക് അവേ ലാൻഡ് ഫ്രം പെസൻസ്. പിന്നെ ഒരു കാര്യം അവർ ചെയ്തത്, ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് ലാൻഡ്സ് ഒക്കെ അവർ കൈക്കലാക്കി. പിന്നെന്താണ്, സ്റ്റേറ്റ് കൺട്രോൾഡ് ലാർജ് ഫാംസ്. സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ ലാർജ് ഫാംസ് അവർ രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1929, 1931 ഈ ഒരു കാലഘട്ടത്തില് ഈ ഒരു വർഷങ്ങളിൽ എന്ത് ചെയ്തു, നമ്പർ ഓഫ് കാറ്റിൽ വെർഫെൽ, കുറെ പേര് പല അസുഖങ്ങളായിട്ട് കുറെ പശുക്കൾ ആ ഒരു ഇതില് ചത്തുപോയി എന്നുള്ളതാണ്. പിന്നെ കളക്ടിവൈസേഷൻ മൂലം ആരാണോ കളക്ടിവൈസേഷനെ ഒരു ഏതെങ്കിലും ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്, അവരൊക്കെ എന്ത് ചെയ്യും, സിവിയർ ആയിട്ട് പണിഷ് ചെയ്യുകയും നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ബാഡ് ഹാർവസ്റ്റ് വന്നു ഈ ഒരു കാലയളവിൽ. 1930 മുതൽ 1933 വരെ ബാഡ് ഹാർവസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത്ര പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായില്ല, കുറെയൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥ വന്നു. അപ്പൊ 4 കോടി ജനങ്ങളാണ് 4 കോടി ജനങ്ങൾ എന്താണ്, അതുപോലെ 4 മില്യൺ പീപ്പിൾ ഡൈഡ്, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ ഈ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ ആൻഡ് USSR പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു റഷ്യൻ റവല്യൂഷൻ USSR നേതൃത്വത്തിൽ ഇറ്റ് വാസ് അക്നോളജ്ഡ് ദ സ്റ്റൈൽ ഓഫ് ഗവൺമെന്റ് ഇൻ USSR വാസ് നോട്ട് കീപ്പിംഗ് വിത്ത് ഐഡിയൽസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. ഈ ഒരു റഷ്യയില് ഈ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയൽസ് ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ലായിരുന്നു അവിടെ ഉള്ളത്. എന്താന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും ഒക്കെ ഡെവലപ്ഡ് ആയി, പുവർ പീപ്പിളിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് അവരെ ഫെഡ് ചെയ്തു. പക്ഷെ അവിടെ ഡിനൈ ചെയ്തത് എന്താണ്, ബേസിക് ആയിട്ടുള്ള സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആയിരുന്നു. അതുകൂടാതെ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, 20th സെഞ്ചുറിയിൽ വന്ന പിന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഓഫ് USSR. ഈ റഷ്യക്കുള്ള ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ആസ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ആ ഒരു അവിടെ എന്നാണ് പറയുന്നത്. ദ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഓഫ് ദ USSR ആസ് എ സോഷ്യലിസ്റ്റ് കൺട്രി ഹാഡ് ബീൻ ഡിക്ലൈൻഡ് അല്ലെ, അത് അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ദോ ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് സോഷ്യലിസ്റ്റ് ഐഡിയൽസ് സ്റ്റിൽ എൻജോയ്ഡ് റെസ്പെക്ട് അമംഗ് ദ പീപ്പിൾ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഒക്കെ അവിടെ പോയി, റഷ്യ ആസ് എ സോഷ്യലിസ്റ്റ് കൺട്രി എന്നുള്ള ഇതൊക്കെ അവിടെ അവസാനിച്ചു. പക്ഷെ പിന്നെയും ആളുകൾക്കിടയിൽ ഒരു ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ളത് എന്ന് വെച്ചാൽ ബഹുമാനിക്കുന്ന ഈ സോഷ്യലിസ്റ്റ് ഐഡിയൽസ് മാത്രമാണ്. സോഷ്യലിസം എന്നൊരു കോൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നില്ല. ഗവൺമെന്റ് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ റിപ്രസീവ് പോളിസീസ് ആണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് മാത്രമാണ്. ഈ പീപ്പിളിന്റെ എസെൻഷ്യൽ റൈറ്റ്സ് പോലും അവിടെ റിസ്ട്രിക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ റഷ്യൻ റവല്യൂഷന്റെ ഇതിൽ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ കളക്ടിവൈസേഷൻ പറഞ്ഞു അല്ലെ. കളക്ടിവൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. കളക്ടിവൈസേഷന്റെ പറഞ്ഞു. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്, കളക്ടിവൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ്. പിന്നെ ബോൾഷെവിക്സ് പാർട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ബോൾഷെവിക് ആൻഡ് മെൻഷെവിക് പാർട്ടി.
ഓക്കെ, പിന്നെന്തൊക്കെ കാര്യങ്ങളാ? സോഷ്യലിസം അല്ലെ, സോഷ്യലിസം ഇൻ റഷ്യ, പിന്നെന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫോർത്ത് പാർട്ടില് ദ കോൺഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ ആൻഡ് USSR. അപ്പൊ ഇത്ര ടേംസ് ആണ് നമ്മൾ കളക്ടിവൈസേഷനും ബോൾഷെവിക് ആൻഡ് മെൻഷെവിക് പാർട്ടിന്റെയും സോഷ്യലിസം ഇൻ റഷ്യ, പിന്നെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ പറഞ്ഞു, പിന്നെ കോൺഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ ആൻഡ് USSR. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഇത്രയൊക്കെ കളക്ടിവൈസേഷൻ ആണെങ്കിൽ അല്ലെ, ബോൾഷെവിക് മെൻഷെവിക് പാർട്ടിൻ്റെത്, സോഷ്യലിസം ഇൻ റഷ്യ, ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ എക്സാമിന് എന്താ പറയുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പറഞ്ഞു പോയത്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ ഒരു 5-6 പോയിന്റ്സ് എല്ലാത്തിൻ്റെയും എന്താണ് ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. Thank you.